ശക്തമായ മഴയിൽ തൃശ്ശൂരിലെ കൊടകരയിൽ കെട്ടിടം തകർന്നു വീണു എന്ന വാർത്ത വരുന്നുണ്ട്. കാലപ്പഴക്കം ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് തകർന്നുപോയത്. സൂരജ് സജി തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സജി, എന്താണ് ഈ തകർന്ന കെട്ടിടത്തിന്റെ വിവരം? എസ് കൊടകരയിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. പഞ്ചായത്തിനോട് ചേർന്നുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പഴയ കെട്ടിടമാണ് ഈ തകർന്നു വീണിരിക്കുന്നത്. ഈ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഫയർഫോഴ്സും ഈ പോലീസും അടക്കം ഈ മേഖലയിലെത്തി ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത്. അത് ആളുകളില്ല എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു തിരച്ചിലിലേക്കാണ് കടന്നിരിക്കുന്നത്. നമ്മൾ നിലവിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അമ്പിളി സോമനുമായി സംസാരിച്ചു. അമ്പിളിയുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്ന കാര്യം, നിലവിൽ ആരും കുടുങ്ങിയതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരിശോധന തുടരുന്നത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരവും രാത്രിയും പുലർച്ചെയും എല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നഗരത്തിൽ മഴ വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പോലും രാവിലെ ഒരു 6 മണി വരെ ശക്തമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ള ഈ ചേർപ്പടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ വെള്ളം കയറിയിട്ടുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയെല്ലാം വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയെല്ലാം റോഡിലേക്കടക്കം ഇന്നലെ വെള്ളം കയറി കിടക്കുകയായിരുന്നു. മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ മാത്രമാണ് അല്പം ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുള്ളത്. 22 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. അതിൽ 500-ലധികം കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയോടുകൂടി പുതിയ കണക്ക് പുറത്തു വരുമ്പോൾ കൂടുതൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മഴ ശക്തമായ പശ്ചാത്തലത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. സസൂക്ഷ്മം എല്ലാം നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. കൊടകരയിൽ തകർന്ന കെട്ടിടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു.